Hello guys, I'm selling my R15 V3 BS4 2018 model, around 39,000 kilometers driven. അപ്പോൾ ഞാനിതിനെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം എമൗണ്ട് 1,30,000 ആ റേഞ്ചാണ്. മാർക്കറ്റ് അറിയാൻ ഏകദേശം 1,26 മാർക്കറ്റേ ഉള്ളൂ. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എന്നാലും ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫുള്ളി ലോഡറാണ്. നിങ്ങളില്ല R1ൻ്റെ മിറേഴ്സ് ഉണ്ട്, R6ൻ്റെ മാസ്ക്, ഇൻസ്പയർഡ് ടാങ്ക്, സീറ്റ് കോള്, അണ്ടർബെല്ലി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആക്സറീസ് വേറെ ഉണ്ട്. ബാക്കിലുള്ള ഒരു ഗാബ്രയിൽ ആ ഐറ്റംസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡിൽ ബാർ MT-15ൻ്റെ ഹാൻഡിൽ ബാർ ഉണ്ട്. അഡ്വഞ്ചർ ടൈപ്പ് ആക്കിയിട്ട് അങ്ങനെ എടുത്താണ്. പിന്നെ നമ്മുടെ ടയേഴ്സ് എല്ലാം ന്യൂ ടയേഴ്സാണ്. അറൗണ്ട് 90% അതിൻ്റെ ത്രെഡ് ബാക്കി ഉണ്ടെന്ന് വിചാരിക്കാം. ഫ്രണ്ടും ബാക്കും രണ്ടും ഈ അടുത്ത് മാറ്റിയാണ്. വണ്ടിയുടെ സർവീസ് കംപ്ലീറ്റ് കഴിഞ്ഞ കേട്ടോ. ഒരു പെൻഡിങ് വർക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലീറ്റ് തീർത്താണ്. നിലവിലിപ്പോൾ ആകെ ഒരു പണിയുള്ളത് ഈ ഒരു സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് കുറച്ച് ലൂസാണ്, അത് മാറ്റാൻ മാത്രം, അത്രേ മാറ്റാനുള്ളൂ. ബാക്കിയുള്ളൊരു എല്ലാ ഐറ്റംസ് ഇതിൻ്റെ മുകളിൽ മാറ്റിയാണ്. എൻജിൻ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇതുവരെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുവരെ ചലാന ഐറ്റംസ് ആയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ വണ്ടിയുടെ പേരിലൊരു കേസും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി നീറ്റാണ്. വിംഗ്ലെറ്റ് അതേമാതിരി മാസ്ക്, നമ്മുടെ സ്റ്റോക്ക് മാസ്ക് കൈമലുണ്ട് കേട്ടോ. അതേമാതിരി ടാങ്ക് കിറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, ആക്സറീസ് എല്ലാം എക്സ്ട്രാ ആക്സറീസ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് കിറ്റും ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ബൈ. ഞാൻ DRL കാണിച്ചു തരാൻ മറന്നുപോയി. ഒരു DRLൂടെ ഉണ്ട്. ഏകദേശം ഇങ്ങനെയാണ് ലുക്ക്. ഇതിനടിയിൽ മറ്റേ ഫോഗ് ലൈറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ. എൻ്റെ ബാക്കിലൊരു ചേട്ടനുണ്ട്, ഒരു കുളിച്ചുണ്ടാവും. ഞാൻ പറയാൻ മറന്നു, 157 ടോപ്പ് സ്പീഡ് ഉണ്ട് കേട്ടോ അതിന്. ഞാൻ കയറിയതാണ്. ഇവിടുത്തെ റോട്ടിലല്ല, പുറത്തുള്ള റോട്ടിലാണ്. സ്പീഡ് ലിമിറ്റ് ഒന്നും ഇല്ലാത്ത റോട്ടിലാണ്. അല്ല, സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത റോട്ടിൽ നിന്ന്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ നിന്നല്ല എന്തായാലും. അപ്പോൾ 157 ടോപ്പ് സ്പീഡ് ഉണ്ട്. അറൗണ്ട് 55 to 60 ആ ഒരു റേഞ്ചിനുള്ളിൽ മൈലേജ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, BS4 ആണ് എഞ്ചിൻ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവും. നോൺ ABS ആണ്, ABS അല്ല. ഈ ഒരു വേരിയൻ്റ് അങ്ങനെ വന്നതാണ്. ഗുഡ്, കിട്ടിയില്ല. ഹലോ, എന്നാ ഞാൻ സിഗ്നലുണ്ട്, ഇങ്ങോട്ട് വാ. ഞാൻ കണ്ടില്ല. എനിക്ക് ഹെൽമെറ്റ് ഇല്ലല്ലോ. വെരി ഗുഡ്. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് നമുക്ക് ലെഫ്റ്റുള്ള റോഡില്ലേ, ഇത് എരഞ്ഞിപ്പാലത്തുനിന്ന് എന്താ പറയുക, വിങ്സിൻ്റെ അങ്ങോട്ടുള്ള ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ. അവിടെ പോലീസുകാരുണ്ട്, അതാ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വാ. ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 50 രൂപ എടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഫൈൻ എടുക്കുകയാണെങ്കിൽ 500 രൂപ എടുക്കണം. പിടിച്ചോ. ബസ്സിനാണ് ഇവിടുന്ന് 50 രൂപ വരെ. നാട്ടിലത്തെ 25 രൂപ മതിയോ? അത് മതി.
ഫൈൻ കുടുങ്ങിയ 500 കേട്ടോ. ആരുടെ അടുത്തേക്കാണെങ്കിലും ഫൈൻ കുടുങ്ങിയ 500. എന്നാ പിടിച്ചിരുന്നോ? ഇതിലല്ലേ? അതല്ലല്ലോ, അങ്ങനെ തന്നെ പോകുള്ളൂ. ഞാനവിടെ പോലീസുകാരുള്ള കണ്ടില്ല. ഞാൻ ശരിക്കും അവിടെ നിർത്തി. എന്റെ വിചാരം എന്താ ഈ അപ്പുറത്താന്നാ, അപ്പുറത്തൊരു സിഗ്നലില്ലേ അവിടെയാന്നാ. ആന്ന് എന്നോട് പറയണ്ട, എനിക്ക് ചില നേരത്തെ ഉൾട്ടയാവും. അപ്പൊ ഞാനില്ലേ ആ സിഗ്നലില്ലേ ഒരു സെക്കൻഡിന് വ്യത്യാസം, അതിന് ഞാൻ ശരിക്കും പോയിപ്പോണ്ടിയാ. ഞാൻ നോക്കി ഓറഞ്ച് സിഗ്നൽ നിർത്തി, പിന്നെ എന്താ തോന്നി ബ്രേക്ക് അടിക്കാന്ന്. അങ്ങനെ ബ്രേക്ക് അടിച്ചാണ് നിർത്തിയത്, അല്ലേ ഞാൻ പോയിണ്ടാവും. 3-4 പോലീസുകാരുടെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. ഞാൻ ഗോപ്രോ ക്യാമറ വണ്ടി ഫുള്ള് മോഡിഫൈഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ട്രാഫിക് പോലീസാ. ഒരു ഫുഡൊക്കെ കഴിച്ച് ദമ്മയച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. അതാ അവർക്ക് നീക്കാനൊരു മടി, അതിനോട് വെച്ചിട്ടായി. കണ്ടായിരുന്നു അല്ലേ? ഞാനതാണ് പിന്നെ എൻ്റെ കോളും വന്നത്. അപ്പോൾ മറ്റേ ഹെൽമെറ്റിൽ മറ്റേ ബ്ലൂടൂത്ത് കണ്ടിട്ടായതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് മെല്ലെ സ്കിപ്പായതാണ്. ഞാനത് എന്നോട് പറഞ്ഞു മെല്ലെ അങ്ങോട്ട് പോരും, എന്നെ തന്നെ നോക്കുക. ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. കന്നഡ വെച്ചതിനോണ്ട് ഐ കോൺടാക്ട് കിട്ടിയില്ല. ഞാൻ പോലെ അതുപോലെ റേറ്റ് വേണോ? ഇവിടുന്നാണ് എൻ്റെ കമ്പനിക്കാരെ ആക്സിഡന്റ് ആയത് കേട്ടോ. ഓനിങ്ങനെ 130 ഇങ്ങനെ പോയിട്ട് കോർണർ ചെയ്തതാ. വേറൊരു വെർണയ്ക്ക് പോയിടിച്ച് വെർണേനെ എല്ലാവരും പൊളിച്ച് നാശാക്കി. ഒരു വെർണേനെ പോയിടിച്ചിട്ടേ വെർണേനെ പൊളിച്ച് നാശാക്കി. അതാ വളവുന്നതിനൊന്നും അറിയാം. എനിക്കറിയണ്ട ഒരു ബ്ലാക്ക് വണ്ടി. നിങ്ങളന്ന് ഇവിടെ പോയില്ലേ മറ്റേ എന്താ പറയാ മറ്റേ ഫെസ്റ്റിവലിന് മറ്റേ സ്ഥലത്ത് ബീച്ചില് ഈയും കിണ്ണനൊക്കെ കൂടി ഇല്ല. എന്നാ കിണ്ണം പോയിക്കുന്നത്. കിണ്ണനെ വിളിച്ച് നീ വരുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ കമ്പനിക്കാരങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, ഓന്റെ കൂടിയാന്ന് പറഞ്ഞു. ആ ഇന്ന് ബാക്കി പറയാൻ മറന്നുപോയോ? ബാക്കി പറ. വേറെ പരിപാടി വെച്ചാല് എല്ലാരും ഉണ്ടായിരുന്നു മനസ്സിലായി. വേറെ പരിപാടി പറഞ്ഞാല് വെള്ളടിയല്ല, അതിനും വലുതൊന്നും ഈ അടിക്കാനില്ലല്ലോ. ഞാൻ ഒന്ന് തൊട്ടിയില്ല. എന്താ വെച്ചാല് മെഡിക്കലോ? എങ്ങോട്ടാ പോകുന്നത്? ഓഹോ, മെഡിക്കല് വരുമ്പോ അന്നെ ഫുള്ള് ഹെൽത്തി ആയിട്ട് കാണണം. അവർക്ക് അന്നെ ഫുള്ള് ഹെൽത്തി ആയിട്ട് കാണണോ? മെഡിക്കൽ വന്നാലെന്താ വിഷയം? വെള്ളം അടിക്കാൻ പാടില്ല, ആൽക്കഹോൾ കണ്ടന്റ് പറ്റൂല. അപ്പൊ വെള്ളം അടിക്കുന്നവരാരും ദുബായിക്കൊന്നും പോകില്ലേ? അല്ലടാ, ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്ര ദിവസത്തേക്ക് പാടില്ലാന്നല്ലേ? അല്ല എന്റെ ടിക്കറ്റ് ഒക്കെ റെഡിയായി. ടിക്കറ്റ് അല്ല, വിസ വന്നില്ല. വിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വിസ വന്നിട്ടല്ലേ ഈ സാധനം വരുള്ളൂ? അല്ലല്ല, അതിന് മുന്നേ വരും. മെഡിക്കൽ റെഡി ആയിട്ട് വിസ വരും. അങ്ങനെ ഉണ്ടല്ലേ? എനിക്ക് ഇതിന്റെ പരിപാടി എങ്ങനെയാന്നുള്ള വലിയൊരു ഐഡിയ ഇല്ലതാ. ഈ ലൈറ്റ് എങ്ങനെ ഉണ്ട്? ഈ ലൈറ്റ് എങ്ങനെ ഉണ്ട്? കണ്ടല്ലേ? എന്നോട് അറിയായിരുന്നു. മറ്റേ എന്താ അറിയോ, കമ്പനിക്കാർ മൊത്തം അടിച്ച് ഓഫായിട്ട് ഓലയും കൊണ്ടുവച്ച് കറങ്ങലായിരുന്നു പണി. ആരെ കൊണ്ടുവച്ചിട്ട്? കമ്പനിക്കാരെ. അങ്ങനെ ഫുള്ള് കറങ്ങല അടിച്ചു പോലെയായിരുന്നു. നിലമ്പൂർ കൂടെ ഉള്ള എല്ലാ വള്ളിയും പിടിച്ചേക്ക്, എല്ലാം പിടിച്ചേക്ക്. ഇനി ഉണ്ടായിരുന്നു പോലീസ് കേസ് വരെ ഉണ്ടാവും. തരുണ്ടാക്കിയോ? ഹോട്ടലിൽ കയറി കാണിട്ട് വെയിറ്ററിനെ അടിച്ചു. എന്തിന്? ഓഫണച്ച് അടിച്ച് ഓഫായി നിൽക്കുന്നവരോടുത്ത് കൊണച്ചാങ്ങുണ്ടാവും. അടിച്ച് ഓഫായി നിൽക്കുന്നവർ മാന്യമായിട്ടുള്ള ഏത് സ്ഥലത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? കമ്പനിക്കാരല്ലടാ. എന്നാലും ഒരു വൃത്തിയോട് കാണിക്കണ്ടേ? പറഞ്ഞെടുക്കാനുള്ള ഒരു സംഭവം എനിക്ക് വേണ്ടേ? വൈ മാൻ, ഞാൻ കണ്ടില്ലേനു, പക്ഷെ തല്ലു പൊട്ടിയതിനു ശേഷം ഞാൻ കാണുന്നു. ഇനിയും കയറി തച്ചോ? ഞാൻ കയറി തച്ചില്ല, പിടിച്ചു മാറ്റി. ഞാൻ പിന്നെ പിടിച്ചു മാറ്റാനും പോയില്ല, തല്ലാനും പോയില്ല. വെറുതെ തട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏതോ ഒരുത്തനെ തട്ടി മാറ്റാൻ വേണ്ടി പോയിട്ട് ഓൻ്റെ കൈ നിന്റെ മൂക്കിനുണ്ട്. പിന്നെ ചോര പടപടാന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്. അതോടെ നിർത്തി. പിടിച്ചു വെക്കലും അടി ഉണ്ടാക്കുന്നവർ അടി ഉണ്ടായിക്കോട്ടെ, ഈശ്വര ആവണില്ല. പരിപാടി എന്താ? നമ്മളെ സ്ഥിരമായി എന്തേലും വാങ്ങിക്കൊണ്ടേ കുക്ക് ചെയ്യേ, അല്ലേ എവിടെയും പോയി ഫുഡ് അടിക്കേ?
എല്ലാവർക്കും എന്തൊരു തിരക്കാ. ചങ്ങായിക്കൊന്ന് വെയിറ്റ് ചെയ്തൂടെ മണങ്ങന്? ഇവനും പോട്ടാ എന്ത് ചെയ്യുന്നു? എന്തോന്ന്? ഇന്നലെ ഞങ്ങള് മട്ടന് കുക്ക് ചെയ്ത് ഗ്രില്ലടിച്ച് ഞാനിട്ട്. ആര്? നിങ്ങൾ അവിടുന്ന് രാത്രി അങ്ങനത്തെ എന്തേ പരിപാടി പിടിക്കാം? അങ്ങനത്തെ എന്തേ പരിപാടി പിടിക്കാം? എനിക്കൊരു ഷവർമ അടിച്ചിരുന്നു റോള്. ഷവർമ ഒരു റോളിലുള്ള പൈസ ഉണ്ടായിരുന്നു. എന്നാ ഒന്ന് വാങ്ങി 2 കഷ്ണം ആക്കിയാലോ? എനിക്കിഷ്ടമായി. ഡെയിലി നന്നാവായിരിക്കും. നല്ല മരത്തെ കുറേ എണ്ണം ഉണ്ടാവും.